മശായിഖുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ പല നുണകളും ഉണ്ടാക്കി. നമ്മളെക്കുറിച്ച് നിങ്ങൾ അരിച്ചു പെറുക്കി സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ഒന്നും പറയാൻ നിങ്ങൾക്കില്ല, ഒരു വാദവും പറയാൻ നിങ്ങൾക്കില്ലാതെയായി. ഏറ്റവും ഒടുവിൽ നിങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. സിനിമയായിട്ട് വന്നു നിങ്ങളെ തലയിൽ തന്നെ പോയി, മ്യൂസിക്കായിട്ട് വന്നു അത് നിങ്ങളെ തലയിൽ തന്നെ. നിങ്ങൾ ഏതേറ്റ് വരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ പൂട്ടുന്ന അവസ്ഥ വന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സൂഫി ബോർഡ് എന്ന് പറയുന്ന സംഭവം വീണ് കിട്ടിയത്. ചാടി വീണ്. ഇവരുടെ ഒരു അവസ്ഥ നോക്കണം നിങ്ങൾ. സൂഫി ബോർഡ് എന്ന പേരിൽ ചില ആളുകൾ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എന്തൊരാവേശം. സൂഫി ബോർഡ് ആരായിക്കോട്ടെ, കുരുവട്ടൂരികളുടെ ബോർഡ് എന്നാ പറഞ്ഞത്. കേട്ടാ തോന്നുന്നു ഷെയ്ഖിന് പോയി പത്രസമ്മേളനം നടത്തിയ പോലെ, അല്ലെ ഞങ്ങൾ പോയി നടത്തിയ പോലെ ഉണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞേക്കാം, സൂഫി ബോർഡിനെ കുറിച്ചൊന്നും പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുണ്ട് ഇന്നലെ അത് പറയുന്നു. അദ്ദേഹം ഇന്നലെ സൂഫി ബോർഡിനെ കുറിച്ച് പറയുന്നത് കേൾപ്പിച്ചു കൊടുക്ക്. സൂഫിസത്തെ പരിഹസിക്കാനും അതിനെ നശിപ്പിക്കാനും വേണ്ടി സൂഫി എന്ന പേരിൽ തന്നെ, സൂഫിസം എന്ന പേരിൽ തന്നെ ഒരു സംഘം ആളുകൾ പുറത്തിറങ്ങുകയും അവർ 2 ദിവസങ്ങളായി കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അവർ സൂഫിസം എന്നാണ് പേര്. അതേ സമയത്ത് യഥാർത്ഥ സൂഫിവര്യന്മാരെയും തസവൂഫിനെയും മുമ്പരുണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം ഏതാ? ഇന്നിപ്പോൾ ആ സമസ്തൻ്റെ പേരിലും പ്രസ്താവന വന്നിട്ടുണ്ട്. സൂഫിസം എന്ന് പറഞ്ഞാൽ ഖുർആൻ സുന്നത്തനുസരിച്ചുള്ള ജീവിതം നയിക്കുന്ന സജ്ജനങ്ങളാണ്. അതിനെതിരായി വരുന്ന പലരുണ്ട്, അതൊന്നും സൂഫിസല്ല. അതും പോലെ തന്നെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞേക്കാം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സൂഫി ബോർഡിനെതിരെ നടത്തിയ ഈ പ്രസ്താവന എവിടെ വെച്ചാ താങ്കൾ പറഞ്ഞത്? കുറ്റ്യാടി സിറാജുലുദയിൽ വെച്ചല്ലേ? കുറ്റ്യാടി സിറാജുലുദയിൽ നിങ്ങളുടെ നേരെ എതിർവശത്തിരിക്കുന്ന ആളാരാ? ആ സ്ഥാപനത്തിൻ്റെ ആള് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. എന്താ അയാളുടെ അവസ്ഥ? അയാളുടെ വാദങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഷെയ്ഖാണെന്ന് വാദിച്ച് വന്നിട്ടില്ലേ ഈ ചങ്ങാതി? ഞാൻ അത്തിബാഉൽ ഖുലൂബാണ്, ഹൃദയത്തിൻ്റെ ഡോക്ടർമാരാണ് എന്ന് വാദിച്ച് വ്യാജനായി ചമഞ്ഞിട്ടില്ലേ ഈ പേരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്തിനെ ആക്ഷേപിച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവശനായ വാപ്പയെ പോലെയാണെന്ന് അയാൾ പ്രസംഗിച്ചിട്ടില്ലേ? അതൊന്ന് എടുക്ക്, കേൾപ്പിച്ചു കൊടുക്ക്. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിൻ്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അവശനായ വാപ്പയെപ്പോലെ, തളർന്നു കിടക്കുന്ന വാപ്പയെപ്പോലെ ഒന്നിനും കഴിയില്ല, വെറും ഇടപെടണമെന്നത് മാത്രം. ഇങ്ങനെ വഹാബികൾ പോലും പറയാൻ മടിച്ച ഭാഗം പോകട്ടെ, നിരീശ്വരവാദികൾ പോലും പറയാത്തത്
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചു പറഞ്ഞ ഈ ശിഷ്യന്റെ സമീപത്ത് മൈക്ക് കിട്ടിയിട്ട് എന്തേ നിങ്ങൾക്ക് ആ പറഞ്ഞത് ശരിയല്ല, അത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമല്ല എന്ന് തുറന്നു പറയാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് തൻ്റെ ഇടമില്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം ശിഷ്യനെയും മക്കളെയും അവരുടെ വ്യാജവാദങ്ങളെയും നേരിടാനോ തിരുത്താനോ കഴിയാത്ത താങ്കൾക്ക് സൂഫി ബോർഡിനെ സംബന്ധിച്ചു പറയാൻ ധാർമ്മികമായ ഒരർഹതയുമില്ല, ഒരവകാശവുമില്ല. ആദ്യം നന്നാക്കേണ്ടത് സ്വന്തം ശിഷ്യന്മാരല്ലേ. പിന്നെ ആര് വന്ന് നന്നാക്കും? എവിടെയോ ചെറിയൊരു സംഘം 4 ആളുകൾ വന്നിട്ട് അവരൊരു വാർത്താ സമ്മേളനം നടത്തി. അത് പറയാണോ വേണ്ടത്? സ്വന്തം ശിഷ്യന്റെ തെറ്റുകൾ ആദ്യം ചൂണ്ടിക്കാണിക്കണ്ടേ? വലിയ ഇൽമുള്ള ആളാന്നല്ലേ ശിഷ്യൻ പറയുന്നത്. നിങ്ങളിവിടെ 10-40 കൊല്ലം ബന്ധപ്പെട്ട മശായിഖുമാരൊന്നും ഉണ്ടല്ലോ. ഈ അറിവുണ്ട് ഇൽമുണ്ട് എന്നൊക്കെ പറയുന്നവരെ പിടിച്ച് അറിവില്ല നിങ്ങൾ പറയുന്ന മശായിഖുമാരുടെ അടുത്തേക്ക് എന്താ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ സ്വീകരിക്കാത്ത? ഞാൻ പറഞ്ഞില്ലേ, വിവരല്ല നിങ്ങൾ പറയുന്ന മഹാന്മാരായ ആളുകളെ ഞങ്ങൾ കൊണ്ടുവരാം. അവർ ഞങ്ങളോട് പറഞ്ഞാണ് ഞങ്ങൾ വരാം. ഒറ്റക്കൊന്നും പറ്റില്ല, പരസ്യമായിട്ടാകണം. ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റിയ സൗകര്യങ്ങൾ വേണം, പരസ്യമായി. നിങ്ങളെ മുഷാവറന്നെ വരി. ഈ പറയുന്ന വലിയ വലിയ വിവരം പറയുന്ന ആളുകളുണ്ടല്ലോ, ഓലും കൊണ്ടുവരി. സംഭവത്തിന് നിങ്ങളുണ്ടെങ്കിൽ റെഡി ആയിക്കോളി. അങ്ങോട്ടും ചോദിക്കാം, നിങ്ങൾക്ക് ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഞങ്ങൾ എത്ര കാലമായി പറയും, അതിനൊന്നും നിങ്ങൾ കാണില്ല. നിങ്ങൾ വേറെ എവിടെങ്കിലും എന്തെങ്കിലും ഒന്നാണ് അയിമ പോയി കൊത്തും. അവനവനെന്താ തീർക്കാത്തത്? അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളെവിടെ ഉള്ളത്? നേരത്തെ അൻവർ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഈ സുന്നി ബോർഡ് അറിയുന്നതും സൂഫി ബോർഡ് അറിയണമൊക്കെ ഒരുപോലെ എന്നല്ല. എന്താണ് അപ്പൊ എന്താ സംഭവം? അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള അധികാരമല്ല, അവകാശമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നതിൽ ഒന്നും നിങ്ങൾക്ക് പറയാനില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ, നമ്മൾ ആരെങ്കിലും ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കാണുന്നുണ്ടോ, അവർക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ കയ്യിൽ അഥവാ നമ്മുടെ മശായിഖുമാർ പഠിപ്പിച്ച ഈ വഴിയിൽ നിങ്ങൾക്ക് ഒരു ചുക്കും കിട്ടാത്തത് കൊണ്ടല്ലേ പറയണം. നിങ്ങൾ എത്ര കാലമായി നോക്കാൻ തുടങ്ങിയിട്ട്? ജോൺസന്മാരടുത്തേക്ക് ആളെ പറഞ്ഞേക്കെന്ന് പറഞ്ഞു തുടങ്ങിയതല്ലേ? കാലം എത്രയായി? ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞ സുന്നത്തമയത്തിന് വിരുദ്ധാണ് എന്ന് എവിടെയെങ്കിലും കാണിക്കാൻ കഴിഞ്ഞോ? നിങ്ങളോ? നിങ്ങളത് 100 കണക്കിന് കാര്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ നിങ്ങളുടെ ആ വഞ്ചന അതല്ലേ ജനം പിന്നെ കാണുന്നത്. സൂഫി ബോർഡിൻ്റെ ആളുകൾ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം, വാർത്താ സമ്മേളനം, അതിൽ അവർ പറഞ്ഞ കാര്യങ്ങളും കൂടി കിട്ടിയപ്പോൾ ഇവരെന്താ ചെയ്തത്? നമ്മുടെ ഒരു ഫോട്ടോ അവിടെ വെച്ച് ഇവർ പറയുന്ന കാര്യങ്ങളും വെച്ച് വീഡിയോ ചെയ്യലും പിന്നെ എന്തെല്ലാം സംഭവം. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? നേർക്ക് നേരെ ഞങ്ങളെ പറയാൻ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ 100 തവണ പറയൂ അത്. പക്ഷേ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അതിൻ്റെ തെളിവാത്. ആ ഫോട്ടോത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? എന്താ സംഭവിച്ച്? നമ്മുടെ സാവിയയിൽ പലരും വരുന്ന സ്ഥലമാണ്. സാവിയയിൽ വരുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായി നേരത്തെ അറിയപ്പെട്ട ആളുകളാണെങ്കിൽ
നമ്മൾ പറയും വരേണ്ടതില്ല. അങ്ങനെ ആരും ചോദിക്കൂല. ഇവിടെ ആരും അങ്ങനെ വരൂലല്ലോ. വഹാബി ജമാഅത്ത് പോലത്തൊന്നും ഇവിടെ വരൂല. ഇനി അഥവാ അവർ ചോദിച്ചാൽ നമ്മൾ ചാടിപ്പറയും ഇവിടെ വരണ്ടില്ല. അതേ സമയത്ത് നമ്മളോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, ശൈഖുനയെ കാണാൻ പലരും വരും. ഏറ്റവും അധികം വരലിപ്പോൾ AP ടീമിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ രാത്രി 12 മണിക്ക് ശേഷമാണ് പലരും വരിക. ഞങ്ങളവരോട് ചർച്ച ചെയ്യാറുണ്ട്. അതിനർത്ഥം അവരുടെ ആശയങ്ങളെല്ലാം ഞങ്ങളുടെ ആശയങ്ങളാണ് എന്നാണോ? ഒരിക്കലുമല്ല. ഈ ആഴ്ച തന്നെ ഞങ്ങളെ പ്രമുഖരായ പലരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവരാശയങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കാമെന്നാണ്. ഞങ്ങൾക്ക് തിരുത്തി കൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനും അവരെ മുന്നിൽ കിട്ടുമ്പോൾ ഞങ്ങളത് ചെയ്യും. ഇപ്പം ഞങ്ങൾ മടവൂർ കോട്ടയിൽ മഹാനരായ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ അവിടെ വാർഷികം നടന്നു. കക്കാട് മുഹമ്മദ് ഫൈസി വന്നു. ഞങ്ങളയാളെ മുൻകൂട്ടി എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. അതേ സമയത്ത് നമ്മൾ പറയുന്ന ആശയത്തിനെതിരിൽ പറഞ്ഞപ്പോൾ അതേ വേദിയിൽ തന്നെ ഞങ്ങൾ പ്രതികരിച്ചു. അതല്ലേ ചെയ്യേണ്ടത്. സാവയിലേക്ക് കുറച്ച് ആളുകൾ വിളിക്കുന്നു. സൂഫി ബോർഡിൻ്റെ ആളുകളാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടിയും അംഗീകാരത്തോടുകൂടിയും പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് നിങ്ങളുമായി ഞങ്ങൾക്ക് ഒരു ചർച്ച നടത്തണം. വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. സൂഫിയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്നോളൂ. ഞാനന്ന് ദാവയിലില്ല. അവരവിടെ വന്ന് 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് പിന്നെയാണ് നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് വരുന്നത്. അത്രയും വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് നമ്മളവരോട് സംസാരിച്ചു. സംസാരത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോട് എതിരായ ഒരു കാര്യവും നമുക്ക് കേൾക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസ് ഉദ്ഘാടനമുണ്ട്, ഞായറാഴ്ച 9-ാം തീയതി നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മുടെ മശായിഖുമാരോട് ചോദിച്ച് വിവരങ്ങൾ അറിയിക്കാമെന്നും പറഞ്ഞു. അത്രേ അന്ന് സംഭവിച്ചിട്ടുള്ളൂ. അതിൻ്റെ പ്രസിഡൻ്റോ അല്ലെങ്കിൽ അതിൻ്റെ സെക്രട്ടറിയോ ഒക്കെ ഇവിടെ വന്ന് നമ്മളവരെ നേരത്തെ കാണുകയോ നേരത്തെ അവരോട് ചർച്ച നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ വന്നു. പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ്റിന് അംഗീകാരമുള്ള ടീമാണെന്ന് കൂടി പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിച്ചു. അവർ പോയി. പിന്നെയാണ് വാർത്താ സമ്മേളനം കാണുന്നത്. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് നേർക്കുനേരെ തന്നെ പരിശുദ്ധ ദീനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് മനസ്സിലായി. മാത്രമല്ല, നമ്മൾ അവരെക്കുറിച്ച് ഇത് വന്നപ്പോൾ ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ ഈ സൂഫി ബോർഡിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായി പറയുന്നത് തന്നെ ഒറിജിനൽ ഷിയാക്കളുടെ വാദങ്ങളാണ്. ചിലപ്പോൾ അതിൽ കൂടിയ ആളുകൾക്ക് ഇത് അറിയണമെന്നില്ല. ഒരു സംഭവം ആദ്യം വരുമ്പോൾ അതിൽ സംബന്ധിച്ച ആളുകൾക്ക് തന്നെ ഒരു പക്ഷേ അതിൻ്റെ കാര്യം അറിയണമെന്നില്ല. ഇപ്പോൾ ഇവിടെ കേരള ഐക്യസംഘം വന്നു. ഐക്യസംഘം വന്നപ്പോൾ പലരും അതിലുണ്ട്. കേരള ജമിയത്തുലമ രൂപീകരിച്ചപ്പോഴുണ്ടല്ലോ പല പണ്ഡിതന്മാരും അതിൽ, സുന്നികൾ തന്നെ. കാരണം അതിങ്ങോട്ട് സംഗതി ആ വാദം പുറത്തു വരുന്നതിന് മുമ്പ് ഇത് പറ്റിയ ഒരു സംഘാന്ന് കരുതി ചിലരൊക്കെ അതിൽ പോയിരുന്നുണ്ടാവും. അതുകൊണ്ടാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു അഹ്സരി തന്നെ അദ്ദേഹം പിന്നെ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പങ്കെടുത്ത എല്ലാവരും ഈ വിശ്വാസമുള്ളവരാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സൂഫി ബോർഡ് എന്ന് പറയുന്ന ആ സംഭവത്തിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണുന്നത് ഒറിജിനൽ ഷിയാവാദങ്ങൾ. മഹാനരായ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിമർശിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ എതിർക്കുന്നു. സ്വഹാബികളെ പച്ചയായി കാഫിറാണെന്ന് പറയുന്നു. സ്വഹാബിയാന്ന് ബുഖാരിയിലൊക്കെ സ്ഥിരപ്പെട്ട മഹാന്മാരെ കാഫിറാന്ന് പറഞ്ഞ് ഒരുത്തനിറങ്ങിയാൽ ഓൻ പിന്നെ എന്ത് സൂഫിയ? അപ്പൊ ഷിയായിസം അത് സൂഫിസത്തിൻ്റെ പേരിൽ ആളുകളിൽ എത്തിക്കാനുള്ള പച്ചയായ ശ്രമങ്ങൾ ആണ് ഇതിൻ്റെ തുടക്കമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവരെ തന്നെ വിളിച്ചു. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിലെ അബദ്ധങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ ആ പരിപാടിയിൽ സംബന്ധിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇതല്ലേ നമുക്ക് ചെയ്യാനുള്ളതും? അല്ലെങ്കിലും ഇസ്ലാം എന്ന് പറയുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു സംഭവമാണ് എന്നറിയാത്തവരാരാ? ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടോ? സ്നേഹത്തിൻ്റെ ശത്രുക്കളോട് എന്തെങ്കിലും കാലത്ത് ഇവിടെ സ്നേഹം ഉണ്ടായിട്ടുണ്ടോ? അപ്പം അവരാ പറഞ്ഞ കാര്യങ്ങൾ അബദ്ധങ്ങളാണ് എന്നത് ഇവിടെ ലോകം അംഗീകരിച്ചൊരു കാര്യമാണ്. മശായിഖിൻ്റെ വഴിയാണ് സൂഫിസം എന്നല്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിച്ചവർ ഹുമുസ് സൂഫിയ ഖാസ്വ. സ്നേഹം അവർ പഠിപ്പിക്കുന്നു. എല്ലാ മതക്കാരെയും എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക. അതിന് മതത്തിൻ്റെ മതിൽക്കെട്ടുകളൊന്നുമില്ല. എല്ലാവരോടും ഒരു സ്നേഹം പ്രകടിപ്പിക്കും. അതേസമയത്ത് മതത്തിൻ്റെ മൂല്യങ്ങളിൽ ആ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുക. മതം വിട്ടുകൊണ്ടുള്ള സ്നേഹമല്ല, മതത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്നേഹിക്കാലോ. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ മാ അന അലൈഹി വസുഹാബി മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. സത്യനിഷേധികളായ ആളുകൾ, അള്ളാനെയും റസൂലിനെയും അറിഞ്ഞിട്ടും നിഷേധിക്കുന്ന ഈ വ്യാജ പണ്ഡിതന്മാർ, അവരോടുള്ള നിലപാട് അതിശക്തമാണ് എന്നല്ലേ പറഞ്ഞത്? അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നയങ്ങൾ ഇവിടെ വ്യക്തം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം ഇല്ലാതെയാക്കിയിട്ട് വേണം അലിയാരെ മഹത്വം പറയാൻ. റളിയല്ലാഹു അൻഹു അലിയാരുടെ മഹത്വം നന്നായി പറയണം. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മഹത്വം പറയണം. അതല്ലേ ദീൻ. അപ്പൊ ദീനില്ലാത്ത ഒരു സംഭവത്തെ, ഇതെന്താണെന്നറിയ നിങ്ങൾ, ഇതിൻ്റെ ഒരു രണ്ട് ധാരകളുണ്ട് ഇവിടെ, നമ്മൾ മനസ്സിലാക്കണം. AP വിഭാഗം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീനിൻ്റെ നേരെ ശത്രുക്കളാണ്. അവരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. ഈ പറഞ്ഞ സൂഫി ബോർഡിൻ്റെ പിന്നിലാരാ? കാന്തപുരം വിഭാഗമാണ്. ഒരു സംശയവും വേണ്ട. സൂഫി ബോർഡ് അതേപോലെ ഇത് വരുന്ന ധാരണ ഞാൻ പറഞ്ഞു. സൂഫിയാക്കൾക്കെതിരെ ഇവിടെ ആദ്യകാലത്ത് തന്നെ നിലകൊണ്ടവരാണ് ഷിയാക്കൾ. ഇറാഖിലൊക്കെ നമ്മൾ പോയാൽ അവിടെ ഷിയാക്കളാണ് സൂഫി മശായിഖന്മാരുടെ ശത്രുക്കൾ. ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ റളിയല്ലാഹു അൻഹു, അബൂബക്കർ ശിബിലി തങ്ങളെ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ തങ്ങളെ റളിയല്ലാഹു അൻഹു, ഇവരെ ഒന്നും അംഗീകരിക്കൂല എന്നല്ല, അവരെ ശത്രുക്കളായി കാണുന്നവരാണ് ഷിയാക്കൾ. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു വരെ. അപ്പൊ ഈ വഹാബിസം വരുന്നതിന് മുമ്പ് തന്നെ മശായിഖിന്റെ ഓപ്പോസിറ്റിൽ നിന്നവരാണ് ഷിയാക്കൾ. വഹാബിസം വന്നപ്പോ
അവർ പിന്നെ എല്ലാ മശായിഖന്മാരെയും അങ്ങേയറ്റം മികഴ്ത്തി മുത്തു റസൂലിനെ വരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന്തപുരം വിഭാഗം എന്താ ചെയ്തത്? ഇത് രണ്ടിൻ്റെയും ഏജന്റുമാരായി യഥാർത്ഥ സൂഫിയാക്കളെ എങ്ങനെ നിന്ദിക്കാമെന്നത് മാത്രം പഠിപ്പിക്കുന്ന വിഭാഗമായി മാറി. അതുകൊണ്ടാണ് വഹാബിസത്തിൻ്റെ ആശയം കടമെടുത്തു, നൂറാനിയത്തിനെ നിഷേധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അവശനായ വാപ്പാന്ന് വഹാബിൻ്റെ അപ്പുറത്ത് കയറി പറഞ്ഞു. അങ്ങനെ ആ ഭാഗത്ത് വഹാബികളെ കൊണ്ടുവരുന്നു, അവരുമായി ഒന്നിച്ചിരിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നു. അതേ സമയത്ത് തന്നെ സൂഫിസത്തിൻ്റെ മറവിൽ ഷിയാക്കളെ കൊണ്ടുവന്ന് ഇവിടെ യഥാർത്ഥ സൂഫിയാക്കളുമായി അവർക്ക് ടച്ചുണ്ട് എന്ന് വരുത്തി ആളുകളിൽ വസ്വാസുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരടക്കം ഈ സൂഫി ബോർഡിനെതിരെ പറഞ്ഞു. അതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. നിങ്ങൾ ഈ പറയുന്ന ഞങ്ങളെ എത്ര പോസ്റ്ററാണ് നിങ്ങൾ ഇറക്കി വിട്ടത്? എത്ര വീഡിയോകളാണ് നിങ്ങൾ ചെയ്തത്? ആളുകളെ പറ്റിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങിയില്ലേ? യഥാർത്ഥത്തിൽ ഈ സൂഫി ബോർഡുമായി ആരാ ബന്ധപ്പെട്ട് കിടക്കുന്നത്? എന്താണ് അതിൻ്റെ അവസ്ഥ? ഞങ്ങളുടെ ജാവയിൽ അവർ വന്നപ്പോൾ അവരുമായി സംസാരിച്ചു, പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു, ഫോട്ടോ എടുത്തു, അതവിടെ തീർന്ന്. ആ ഫോട്ടോ അവർ അതിൽ പോസ്റ്റ് ചെയ്തു. ഞങ്ങളെ ജാവയിൽ അവർ വന്ന് ആദ്യ സംസാരത്തിലൊരു പ്രശ്നവുമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്തതിൻ്റെ പേരിലാണ് അവർ പറഞ്ഞ അബദ്ധങ്ങളിലേക്ക് ഞങ്ങളെ ചേർക്കുന്നതെങ്കിൽ AP വിഭാഗം എവിടെ നിൽക്കുന്നു? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിച്ചത് എന്ത് നുണയും കള്ളത്തരും പറഞ്ഞാണ് പോകാന്നാണല്ലേ? ഈ പറഞ്ഞ സൂഫി ബോർഡിനെ ഏറ്റവും കൂടുതൽ അതിനു വേണ്ട എല്ലാം കൊടുക്കുന്നത് ആരാണ്? നല്ല ദീർഘവീക്ഷണ ഓരോരുത്തർ എഴുതി വിടുക, ഞങ്ങളെ ഉലമായിൻ്റെ ദീർഘവീക്ഷണം. നിങ്ങളെ ദീർഘവീക്ഷണം ഞാൻ കാണിച്ചാൽ നിങ്ങൾ തുടങ്ങുമൊക്കെ അവസാനം നിങ്ങൾ തന്നെ കൊടുക്കും. സിനിമേറ്റിങ്ങൾ വന്നു, നിങ്ങളെ തലീക്ക് തന്നെ വന്നു. അത് മ്യൂസിക്കേറ്റ് വന്നു, നിങ്ങളെ തലീക്ക് തന്നെ വന്നു. അത് ഇപ്പോൾ സൂഫി ബോർഡായിട്ട് വന്നു. സൂഫി ബോർഡിൻ്റെ അവസ്ഥ എന്താ കണ്ടോളൂ. അതിൻ്റെ പോസ്റ്റർ ശരിക്കും കണ്ടോളൂ. പോലെ നമ്മളൊന്ന് ശരിയാക്കി കൊടുക്കണമല്ലോ. അവിടെ നടന്ന 9-ാം തീയതി നടന്ന പ്രോഗ്രാമിൻ്റെ പോസ്റ്ററാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ല നിങ്ങൾ? ഉദ്ഘാടനം സയ്യിദ് അബ്ദുള്ള കോയ ജിഫിരി തങ്ങൾ പ്രസിഡന്റ്. അതിലിങ്ങനെ കാണാം. അതിലാരൊക്കെയാണ് സംബന്ധിക്കുന്നത്? ശ്രീമതി അതൊന്ന് എഴുതി, 2 ടീച്ചർ 3 എഴുതി. 4-ാമത്തെ ആളാരാ? ഹാജി അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി അൽ അമീൻ ട്രസ്റ്റ് അമ്പംകുന്ന്. ഇതാരാണ്? ഈ പറഞ്ഞ ആൾ ആരാണ്? അദ്ദേഹം കുരുവട്ടൂരിലെ ദാവിയത്ത് സൂഫിയുടെ മെമ്പറാണോ? ആരാണ് ഹാജി അബ്ദുൽ? നിങ്ങൾ ഏറ്റവും വലിയ കുഫിരിയത്ത് എന്നാണ് നിങ്ങൾ പറയുന്നത്. കുഫിരിയത്ത് എന്ന് നിങ്ങൾ പറഞ്ഞ സൂഫി ബോർഡിൽ അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ 4-ാമത്തെ പേരായി കാണുന്നത് അബ്ദുൽ ലത്തീഫ് പറഞ്ഞ ആളാണ്. അബ്ദുൽ ലത്തീഫ് ഹാജി, സെക്രട്ടറി അൽ അമീൻ ട്രസ്റ്റ്. ആരായാള്? മുസ്ലിം ജമാഅത്തുകാരാ മലർന്നു കിടന്ന് തുപ്പുമ്പോൾ സ്വന്തം നെഞ്ചത്തേക്ക് വരുന്നു മനസ്സിലാക്കണം. അബ്ദുൽ ലത്തീഫ് ഹാജി ആരാങ്ങളെ? പാലക്കാട് ജില്ലയിലെ AP വിഭാഗത്തിൻ്റെ ജില്ലാ നേതാവല്ലേ അദ്ദേഹം? മണ്ണാർക്കാട് സോൺ മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറി അല്ലേ അയാള്? SMIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അല്ലേ അദ്ദേഹം?
അദ്ദേഹമില്ലാതെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അവിടെ നിങ്ങൾക്ക് നടത്താൻ പറ്റുമോ? അവിടെ നടക്കുന്ന അൽ അമീൻ ബാലിക യതീംഖാനയുടെ ട്രസ്റ്റിന്റെ ഏറ്റവും ഉന്നതനായ ആളല്ലേ അദ്ദേഹം. അപ്പൊ AP വിഭാഗത്തിന്റെ പാലക്കാട് ജില്ലയിലെ നെടുംതൂണായ ലത്തീഫ് ഹാജിയുടെ പേരാണ് അപ്പറഞ്ഞ സൂഫി ബോർഡിന്റെ പോസ്റ്ററിലുള്ളതോ? നിങ്ങളാണ് ഈ കുഫ്രിയത്തിന് കൂട്ടുനിന്നത്. നിങ്ങളെ ഭാഷയിൽ ഞങ്ങളെന്താ ചെയ്തത്? ഞങ്ങളാകെ ഒരു ഫോട്ടോ എടുത്തിട്ടേ ഉള്ളൂ. നിങ്ങളെ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. അമ്പംകുന്നിലെ ഈ പറഞ്ഞ ലത്തീഫ് ഹാജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അൽ അമീൻ കോളേജാണത്, യതീംഖാന. ഒന്ന് പിടിച്ചോലിട്ടോ, നിങ്ങൾ അങ്ങനെ വിടാൻ കണ്ടിട്ടില്ല. ഞങ്ങളെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങളൊരു ഫോട്ടോ ആയിട്ട് വന്നാൽ ഞങ്ങളത് വിശദീകരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വിശദീകരിച്ചല്ലോ, അതിനപ്പുറം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളോട് വിളിക്കുന്നു, ഇവിടെ വന്ന് സൂഫി എന്നുള്ള പേരിലാണ് സംസാരിക്കണം എന്ന് പറയുന്നു, സംസാരിക്കുന്നു. ഓ, അപ്പോഴേക്ക് ചിലർ നിങ്ങളെ ശൈഖ് അറിയണ്ടേ, ഇങ്ങോട്ട് വരാൻ പാടുണ്ടോ? വഹാബിസം കലർത്തിയ ചോദ്യങ്ങൾ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് സ്വഹാബത്തിനെ വരെ ചോദിച്ച് കൊണ്ടുപോയി ഇൽമു പഠിക്കാനാണ് നല്ലത്, പിന്നെ വഴിയിൽ പോയി കൊന്ന സംഭവം അത്രയൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. മശായിഖന്മാരുണ്ടെങ്കിൽ ഹിഫ്ളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ ആ ഹിഫ്ളാണോ കണ്ടതെന്ത്? ഇവിടെ വന്നു, ഞങ്ങൾ സംസാരിച്ചു. അതേ സമയത്ത് ആ വിഭാഗത്തിൻ്റെ വാദങ്ങൾ പുറത്തു വന്നപ്പോ മശായിഖന്മാർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, പോകാൻ പാടില്ല, അത് ശിയായിസമാണ്. ഇതാണ് കാവൽ, അല്ല അതിൻ്റെ കാര്യങ്ങൾ വരൂല എന്നല്ല. അപ്പോൾ ചോദിക്കാം, ഞങ്ങളെ ഫോട്ടോ നിങ്ങൾ വിടലുണ്ടല്ലോ, നിങ്ങളേത് ഫോട്ടോ വിട്ട്? ഏത് ഫോട്ടോ ആണ് വിട്ടത്? ISMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അലി അക്ബർ മൗലവി സിറാജുൽ ഹുദയിൽ ക്ലാസ് എടുത്തത്. അലി അക്ബർ മൗലവി പറഞ്ഞ ചങ്ങായി വഹാബിയാണ് എന്ന് അറിയാതെ കൊണ്ടുവന്ന ഞങ്ങൾ. അയാൾ സ്റ്റേറ്റ് സെക്രട്ടറി അല്ലേ, വഹാബിയുടെ, എത്രയോ മുമ്പുണ്ടായ വഹാബിയുടെ. അതുപോലെ തന്നെ AP അബൂബക്കർ മുസ്ലിയാർ വഹാബികളുടെ കൂടെ പങ്കെടുത്തു. ഞങ്ങളത് വിട്ടു. എന്താ ഞങ്ങൾ പറഞ്ഞേ? TP അബ്ദുള്ള കോയ മദനി അടക്കമുള്ള വഹാബികളുടെ കൂടെ ഇരിക്കുന്നു. TP അബ്ദുള്ള കോയ മദനി വഹാബിയാണ് എന്ന് അറിയാതെ പോയതാ അബൂബക്കർ. അവിടെ തന്നെ ഞങ്ങൾ സൂക്ഷ്മത പാലിച്ചു. കൂടെ ഇരുന്നത് കൊണ്ട് TP അബ്ദുള്ള കോയ മദനിന്റെ ആശയം ഏൽപ്പിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഒരു ഫോട്ടോ എന്തിനു വിടുന്നു അത് നോക്കണം. ഫോട്ടോ വിടുന്ന നേരത്തെ വഹാബിയാണെന്നും ഇപ്പോൾ മമ്മൂട്ടിൻ്റെ കൂടെ ആമിദ് ഇരിക്കുന്ന ഫോട്ടോ ഞങ്ങൾ വിട്ടു. അപ്പം എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് പറയാം, ആ മമ്മൂട്ടി സിനിമാ നടനാന്ന് ഞങ്ങൾക്ക് അറിയില്ലേന്ന് പോയിരുന്നപ്പോൾ പിന്നെ മനസ്സിലായത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇത് അറിഞ്ഞുകൊണ്ട് പോയിരിക്കല്ലേ. ഇതിൻ്റെ അടിത്തറ എന്താണെന്നറിയോ? ഞങ്ങളെക്കുറിച്ച് നിങ്ങളൊരു ഫോട്ടോ വിട്ടാൽ ഞങ്ങളെ വിശദീകരിക്കും, തൊള്ള തുറന്നു പറയും. ഇതാണ് ഇതിൻ്റെ സംഭവം. നിങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല, അതന്നെ നിങ്ങളെ പെടല്. നിങ്ങളെ ഫോട്ടോ വീഡിയോ ഒക്കെ ഞങ്ങൾ വിടുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കഴിയണില്ല നിങ്ങൾക്ക്. അലി അക്ബർ മൗലവി കുറ്റ്യാടിയിൽ ക്ലാസ് എടുത്തത് വിട്ടപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പേരോടിന് കഴിഞ്ഞില്ല. AP അബൂബക്കർ മുസ്ലിയാർ 10-40 കൊല്ലമായി ബന്ധമുള്ള ഉന്നതാധികാരികളായ മശായിഖന്മാരിൽ പ്രധാനി, അവരുടെ ഹദറത്തിൽ ഇരുന്നതിൻ്റെ ഫോട്ടോ വീഡിയോ ഞങ്ങൾ വിട്ടു. അബൂബക്കർ മുസ്ലിയാർ ജീവിച്ചിരിപ്പില്ലേ? ഹയ്യല്ലേ? ഖാദിറല്ലേ? ഹാദിറുമല്ലേ? വഹാബിന്റെ തൗഹീദ് പറഞ്ഞതാ. എന്താ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് അങ്ങനെ
ആ ഇരുത്തമായ ഫോട്ടോ ശരിയല്ലെങ്കിൽ എന്തുകൊണ്ട് അബൂബക്കർ മുസ്ലിയാർക്ക് തുറന്നു പറയാൻ കഴിയണില്ല? അവിടെയാണ് പ്രശ്നം. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ അവർ വിളിച്ചപ്പോൾ 1.5 മണിക്കൂർ ഞങ്ങൾ ചെയ്തു നിന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു, പ്രശ്നമൊന്നും തോന്നിയില്ല, ഫോട്ടോ എടുത്തു, അത്രയേ ഉള്ളൂ. ഇത് ഞങ്ങൾ പറഞ്ഞു. അതേപോലെ ഞങ്ങളവിടെ സംസാരിച്ചത് പിന്നെ മൂപ്പര ആശയത്തിനോട് എനിക്ക് യോജിപ്പില്ല, അല്ലെങ്കിൽ അവർ പിഴച്ചതാണ്, അല്ലെങ്കിൽ കച്ചവടത്തിന് പോയതാണ് എന്നെന്താ AP അബൂബക്കർ മുസ്ലിയാർക്ക് തൊള്ള തുറന്ന് പറയാൻ പ്രശ്നം? ബാക്കിയുള്ളതിനൊക്കെ തൊള്ളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് കഴിയൂല. അവിടെയാണ് പോയിന്റ്, അവിടെയാണ് അതിൻ്റെ പോയിന്റ്. ഞങ്ങളത് കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അവിടെ അവസാനിപ്പിച്ചു. അവരോട് തന്നെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പരസ്യമായിട്ട് പറയുന്നതാ, അവരാ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മുഴുവനും അബദ്ധമാണ്. അങ്ങനെ ഒരു സംഭവമല്ല. അവനവന്റെ ദീൻ ശരിയാണെന്ന് വിശ്വസിച്ച് അതിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് മറ്റുള്ളവരോട് സൗഹാർദ്ദം കാണിക്കേണ്ടത്. അതെല്ലാ മതക്കാരനും പറയുന്നവനാണ്. ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരൻ അവരുടെ മതങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതോടൊപ്പം സൗഹൃദം, അതല്ലേ നമ്മൾ പറയുന്ന ആശയം. സർവമത സത്യവാദം, തനിച്ച കുഫ്രിയത്തല്ലേ അത്? ആർക്കാ അതിൽ തർക്കം? എന്നിട്ടിവിടെ രസതല്ല, ഞങ്ങൾ ഈ ഫോട്ടോ എടുത്തിട്ടുള്ളൂ, ഞങ്ങൾ അതിൻ്റെ പൂർണ്ണ മറുപടി പറഞ്ഞു തീർത്തു. ബന്ധല്ലാന്നല്ല, തെറ്റാന്ന് തീർത്തു പറഞ്ഞു. അതിൻ്റെ ആശയത്തിൽ തന്നെ ഷിയാ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അതേ സമയത്ത് ആ നിങ്ങൾ എന്നെ കുഫ്രിയത്ത് എന്ന് പരിചയപ്പെടുത്തിയ സൂഫി ബോർഡ് അതിവിടെ കൊണ്ടു നടന്നതും അതിനെല്ലാ സപ്പോർട്ടും കൊടുത്തതും നിങ്ങളാണ്. കഴിഞ്ഞിട്ടില്ല, ഞാൻ അതിൻ്റെ തെളിവാ ഹാജരാക്കിയത്. ഇനിയോ ആ യത്തീംഖാനൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചെന്നല്ലോ. ഇനി ഈ പറയുന്ന സൂഫി സമ്മേളനത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തല്ലോ, ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഒരു ചെറിയ സമയം കാണിച്ചു കൊടുക്ക്. സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇസ്ലാമിക സമൂഹത്തിൽ നിരവധി വിഭാഗങ്ങളുണ്ടെങ്കിൽ ഒരാളോടും ഞങ്ങൾക്ക് ഒരു വൈരുദ്ധ്യമോ വൈജാത്യമോ ശത്രുതയോ. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച അമ്പംകുന്നിൽ നടന്ന സൂഫി ബോർഡിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അതിൻ്റെ സെക്രട്ടറിയുടെ സംസാരം ഞാൻ ചോദിക്കുന്നു, സൂഫി ബോർഡിന്റെ ഉദ്ഘാടന സമ്മേളനം നടന്ന സ്ഥലം ഏത്? പറയൂ. നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ രക്ഷപ്പെടാനാ? നിങ്ങൾ സലാമത്താവോ? നിങ്ങൾ പോസ്റ്ററിൽ തന്നെ മുസ്ലിം ജമാഅത്തിന്റെ നേതാവിന്റെ പേര്. ഈ ഉദ്ഘാടനം നടന്നത് എവിടെ? മുസ്ലിം ജമാഅത്തിന്റെ നേതാവായ അബ്ദുൽ ലത്തീഫ് ഹാജിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് AP വിഭാഗത്തിന്റെ സ്ഥാപനമായി നടക്കുന്ന അൽ അമീൻ യത്തീംഖാനയുടെ ലങ്കർ ഖാനയുടെ ഓഡിറ്റോറിയത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടന്നത്. അപ്പൊ നിങ്ങളാണ് അതിന് എല്ലാ വെള്ളവും വളവും കൊടുക്കുന്ന ടീം. പോസ്റ്ററിൽ നിങ്ങളുടെ പേര്, അപ്പറഞ്ഞ കുഫ്രിയത്ത് എന്ന് പറഞ്ഞ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം നടന്നത് മണ്ണാർക്കാട്ടെ മുസ്ലിം ജമാഅത്ത് നേതാവിന്റെ സ്വന്തം സ്ഥാപനത്തിന്റെ ഓഡിറ്റോറിയത്തിൽ. മതിയായിട്ടില്ലേ? ഒന്നുകൂടി തരാം. നിങ്ങളുടെ സർവ്വ നേതാക്കളും വിസിറ്റ് ചെയ്യുന്ന കാന്തപുരക്ക് മുസ്ലിയാർ പോകുന്ന സ്ഥാപനം, ഉള്ളാൾ തങ്ങൾ പാപ്പ നേരത്തെ പോയ സ്ഥാപനം, സയ്യിദ് ബാഫക്ക് തങ്ങൾ ഈ അടുത്തും പോയ സ്ഥാപനം, മുസ്ലിം ജമാഅത്തിന്റെ സോൺ സെക്രട്ടറിയും SMAയുടെ ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൽ ലത്തീഫ് ഹാജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ കുട്ടികളോട് സംവദിക്കാൻ സൂഫി ബോർഡിലെ നേതാക്കൾ. നീ അതാ കാണാൻ പോകുന്നുണ്ട്. ഞങ്ങളൊരു ഫോട്ടോ കണ്ട് ഭയപ്പെടുത്താൻ വന്നതാ.
പള്ള നിറച്ചും പിന്നെ കുറച്ചൊന്നും അറിയുള്ളൂ തൊഴിൽ ഉസ്താദ് എന്ന് പറഞ്ഞ പോലെ തരാൻ നിങ്ങൾക്കിതിൽ. അവിടുത്തെ കുട്ടികളെ ഇരുത്തിയിട്ട് സൂഫി ബോർഡിൻ്റെ പ്രസിഡന്റായ തങ്ങളും സെക്രട്ടറി എല്ലാവരും കൂടിയിട്ട് കുട്ടികളോട് സംവദിക്കുന്നു. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും. കൈകൊണ്ടിരിക്കാൻ പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മടിച്ചു അല്ലേ? എന്താ മനസ്സിലായില്ല. പക്ഷെ നിങ്ങളിൽ ആരാണോ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കുന്നതെങ്കിൽ ഒരാൾക്ക് വാങ്ങുന്ന ഒരാൾക്ക് 1 പവൻ ഒരു ഗോൾഡ് സമ്മാനം. 1 പവൻ ഗോൾഡ്. അത് എന്റെ വാക്കാണ്. നിങ്ങൾ ഞങ്ങളെ കൂടെ ഇരിക്കുന്നുണ്ട് എന്ന് കാണിച്ച ഫോട്ടോയിലെ എല്ലാവരും അതിലുണ്ട്. കുട്ടികളെ മുമ്പിലിരുത്തിയിട്ട് നിങ്ങളെ സ്ഥാപനത്തിൽ. അപ്പോ പോസ്റ്ററിൽ നിങ്ങളുടെ നേതാവിൻ്റെ പേര്. 2, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ഈ പറഞ്ഞ സൂഫി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടന്നത്. 3, അൽ അമീൻ എന്ന ഈ അബ്ദുൽ ലത്തീഫ് ഹാജിയുടെ നേതൃത്വത്തിൽ AP വിഭാഗം നടത്തുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിലെ കുട്ടികളുമായി ഈ സൂഫി ബോർഡ് അംഗങ്ങൾ സംവദിക്കുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞില്ല. ഇനി ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തല്ലോ, അതും കൂടി കാണിച്ചു കൊടുക്ക്. ഈ ഓഫീസ് ഇതെവിടെയാണോ? ഏത് ബിൽഡിങ്ങിലാണ് ഈ ഓഫീസ്? ആരുടേതാണ് ഈ ബിൽഡിങ്? നേരത്തെ ഞാൻ പറഞ്ഞ അബ്ദുൽ ലത്തീഫ് ഹാജിയുടെ നേതൃത്വത്തിലുള്ള ആ അതേ സംഭവത്തിന്റെ ബിൽഡിങ്. അപ്പൊ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും പുതക്കാനും വിരിക്കാനും എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് മുസ്ലിം ജമാഅത്ത്. ഏതാ നിങ്ങളെ സ്ഥാപനത്തിൻ്റെ അവസ്ഥ? പരിപാടികൾ ജസ്റ്റ് ഒരു പോസ്റ്റർ കാണിച്ചു കൊടുക്ക് വ്യക്താക്കാൻ. കണ്ടോ, അവിടെ നടന്നൊരു പരിപാടി. അതിൽ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, കൂറത്തങ്ങൾ, ഇവരൊക്കെ എല്ലാവരും കാണാം. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചതേ ഉള്ളൂ. അപ്പൊ സൂഫി ബോർഡിനെ ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത് AP സമസ്ത. എന്തിന്? ഷിയാക്കളുടെ ഈ ടീമിനെ ഇറക്കിയിട്ട് യഥാർത്ഥ സൂഫികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി AP വിഭാഗം നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയാണ് ഇത് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. ഞാൻ സംശയിക്കുന്നത് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇന്റർനാഷണൽ ബിസിനസ്മാൻ അയച്ചതാകാനാണ് സാധ്യത. ഇവിടെ വന്ന് നമ്മളോട് പറയാ സൂഫികളെ വഴിക്കാറിനാൽ നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുമല്ലോ. അങ്ങനെ വന്നൊരു ഫോട്ടോ എടുത്ത് തൽക്കാലം പല പേരിൽ നമുക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചാൽ യഥാർത്ഥ സൂഫീസ് അതിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞു കൊടുത്താൽ ആളുകൾ വരൂലല്ലോ. കാഞ്ഞ ബുദ്ധി തിരക്കണില്ല. പോസ്റ്ററിൽ ഓലെ പേര്. ഇവരുടെ ഒറിജിനൽ സ്ഥാപനത്തിൽ ഉദ്ഘാടനം നടക്കുന്നു. ഓഫീസ് പ്രവർത്തിക്കുന്നത് അബ്ദുൽ ലത്തീഫ് ഹാജിയുടെ ബിൽഡിങ്ങിൽ. മുസ്ലിം ജമാഅത്തിൻ്റെ സോൺ സെക്രട്ടറി, SMAയുടെ ജില്ലാ നേതാവ്, കാന്തപുരം വിഭാഗത്തിൻ്റെ പാലക്കാട്ട് നെടുന്തൂണ്. മാത്രമല്ല അല്ലമീൻ എന്ന ഈ സ്ഥാപനത്തിൻ്റെ കുട്ടികൾക്കിടയിൽ സൂഫി ബോർഡ് നേതാക്കളെ കൊണ്ടുവന്ന് കുട്ടികളുമായി സംവദിക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു. അപ്പൊ AP വിഭാഗം എന്നറിയുന്നത് ഇവിടെ ഒരു ഭാഗത്തൂടെ വഹാബിസം വളർത്തുന്നു, മറുഭാഗത്തോടുകൂടി ഷിയായിസത്തിന് എല്ലാം കൊടുത്ത് യഥാർത്ഥ സൂഫിസത്തെ തകർക്കാൻ അവിടെയും ഗൂഢാലോചന നടത്തുന്നു. എന്നിട്ട് അഹ്ലുസുന്നയുടെ വഴിയിൽ നടക്കുന്ന നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ദജ്ജാലിന്റെ പണിയെടുക്കാൻ വേണ്ടി ആളുകളെ പറഞ്ഞയച്ച് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ദുരുപയോഗം ചെയ്ത് നിങ്ങളിവിടെ യഥാർത്ഥ സൂഫിസത്തെ തകർക്കാനാണ് നിങ്ങളെ തീരുമാനമെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം. അതിനുവേണ്ടി
നിങ്ങൾ വെച്ച കലണ്ടല്ലോ അതങ്ങോട്ട് എടുത്തു വെച്ചേക്ക്. ഞങ്ങളുടെ ആശയങ്ങൾ ഇവിടെ വ്യക്തമാണ്. ഞങ്ങൾ എല്ലാ ദിവസവും പ്രസംഗിക്കുന്നതല്ലേ. ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങൾ പറയാത്ത ഏത് പ്രസംഗമുള്ളത്? അഹ്ലുസുന്നയെ കുറിച്ച് പറയാത്ത പ്രസംഗം ഏതാണുള്ളത്? സുന്നത്ത് ജമാഅത്ത് വിശദീകരിക്കാത്ത പ്രസംഗം ഏതാണുള്ളത്? ഞങ്ങളെ മശായിഖിന്റെ വിശദീകരണങ്ങളിൽ ഞങ്ങളത് കൃത്യം പറയുന്നുണ്ട്. അതിനെ തൊടാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് ആ ഫോട്ടോ ഉള്ള ആളുകൾ ഇത് പറയുന്നു, അത് കുരുവട്ടൂരികളുടെ വാദമാണ്. ചിലതൊക്കെ കണ്ട നമുക്ക് തന്നെ ചിരി വരുന്നു പോകും. കുരുവട്ടൂരികളുടെ സൂഫി ബോർഡിൽ അതിൽ പങ്കെടുത്ത അഹ്സനി ഒഴിവാകുന്നു. ഒരുത്തൻ അതിൽ പങ്കെടുത്ത അഹ്സനി നമ്മളതിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല. ഇവിടെ വന്ന് ഏതൊരു ഫോട്ടോ വിളിച്ചതാ. അപ്പം നിങ്ങളെ അജണ്ട എന്താ? നിങ്ങൾക്ക് എന്താ മതം? നിങ്ങളേതാ ദീന്? നിങ്ങൾക്ക് സത്യാസത്യമൊന്നുമില്ലേ? ഹക്കും ബാത്തിലൊന്നുമില്ലേ? കദ്ദാബും ദജ്ജാലുമായി ജീവിക്കൽ മാത്രമാണോ പണി? ഞങ്ങൾ പറഞ്ഞേക്കാം, ഒരു ഷിയ വാദവും ഞങ്ങൾ അംഗീകരിക്കില്ല. ഒരു കുഫ്രിയത്തിൻ്റെ വാദവും ഞങ്ങൾ അംഗീകരിക്കില്ല. സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ ഷിയയാക്കാൻ നോക്കി അത് നടക്കൂല. ഇൻകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി സഖലാനി അന്നി റാഫിളി. അതൊക്കെ ഞങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് അത് കൊട്ടിപ്പാടിങ്ങനെ നടന്നാൽ ഇവിടെ ആളുകളെ പറ്റിക്കാന്നാണോ വിചാരം? അത് നടക്കൂല. അങ്ങനത്തെ ഒരു ഷിയ ബന്ധവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളതിനെ സപ്പോർട്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉദ്ഘാടനം നടക്കുന്നു, ഓഫീസ് തുറക്കുന്നു, ഇതൊക്കെ ഏതിന് ശേഷം? ആ വാർത്താ സമ്മേളനം പുറത്തു വന്നതിന് ശേഷമാണ്. അത് മറക്കണ്ട. ഇവന് വാർത്താ സമ്മേളനത്തിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞതിന് ശേഷവും പിന്നെ നിങ്ങളെ സ്ഥാപനത്തിൽ അത് നടക്കണ്. നിങ്ങളെ ഹാജിയ പോസ്റ്ററിലുള്ളത് നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? അത് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ വരൂല. അപ്പൊ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും AP സമസ്തക്കാണ്. കാരണം അവർ വഹാബിസത്തെ ഒരു ഭാഗത്തിലൂടെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്തുകൂടി ഷിയായിസത്തും വളർത്തി യഥാർത്ഥ സൂഫിസത്തെ ഇല്ലാതെയാക്കാനുള്ള വലിയ തട്ടിപ്പാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിച്ചു കൊടുക്കാൻ ആർക്കും കഴിയില്ല. ഇതൊക്കെ പണ്ടത്തെ പോലെയല്ല. മുസ്ലിം ജമാഅത്തുകാരെ ആളുകൾ നിങ്ങൾ പറയുന്ന അപ്പാടെ അങ്ങോട്ട് വിശ്വസിക്കും എന്നൊന്നും വിശ്വസിച്ച് നടക്കണ്ട. അതിനൊക്കെ വസ്തുത വ്യക്തമായി പറയുമ്പോൾ അത് ആളുകൾ മനസ്സിലാക്കും. അതുകൊണ്ട് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടി. ഈ ജാതി ഞഞ്ഞാപിഞ്ഞ വർത്താനൊക്കെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം. നിങ്ങൾ പറഞ്ഞതിൽ ആയിരക്കണക്കിന് ആദർശ വൈരുദ്ധ്യങ്ങൾ ഞങ്ങൾ കാണിക്കാം. കൊണ്ടുവരി. അപ്പം അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണ്ട. അഹ്ലുസുന്നത്ത് അത് പറയാൻ ഇവിടെ ഒരു AP അബൂബക്കർ മുസ്ലിയാർക്കും അധികാരമില്ല, അയാളെ വ്യാജ സമസ്തക്കുമില്ല. നിങ്ങൾ അകത്താന്ന് പറഞ്ഞാലും പുറത്താന്ന് പറഞ്ഞാലും സവാഉൻ, രണ്ടും സമാണ്. അതുകൊണ്ട് നേർക്ക് നേരെ പോവുക. നമ്മളെ ആശയം നമ്മൾ പറയില്ലേ, പിന്നെന്തിനാ ഞങ്ങൾ ഇത്ര ബേജാറാകണ്? ഞാൻ പേരോട് വഹാബിസം പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞേ. അല്ല, പേരോടിൻ്റെ കോളേജിൽ അലി അക്ബർ വന്നതുകൊണ്ട് അലി അക്ബറിൻ്റെ വാദം പേരോടിനുണ്ട് എന്ന് പറഞ്ഞതല്ല. കൊണ്ടുവന്ന് വേറെ തെറ്റ് അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നാണല്ലോ. അപ്പം ഇതൊക്കെ ഇവിടെ വ്യക്തമാണ് എല്ലാവർക്കും. അതിൻ്റെ പേരിലൊന്നും ആരും വസ്വാസ് ഉണ്ടാക്കാൻ നോക്കണ്ട. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് കുറ്റ്യാടിയില്ലെന്ന് പറയാം. അത് തീർത്ത് പറയാനുണ്ട്, ഇപ്പം അതിന് സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പം എല്ലാവരും ഈ വസ്തുത മനസ്സിലാക്കുക. നമ്മുടെ വിഷയം അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. അത് മശായിഖുമാർ പഠിപ്പിക്കുന്നതാണ്, അത് ഇമാമിയങ്ങൾ പഠിപ്പിച്ചതാണ്, അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. ഒരു ദജ്ജാലിയങ്ങൾക്കും അത് ഊതിക്കെടുത്താൻ കഴിയില്ല. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എത്ര സത്യം. സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ എന്ന് പ്രത്യേകം പറഞ്ഞത് എത്ര സത്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ മശായിഖുമാർ പഠിപ്പിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ EK ഉസ്താദിൻ്റെ വഴിയിൽ മശായിഖുമാരുടെ നിർദ്ദേശത്തിൽ ജീവിക്കുക. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.